മഹാഭാരതത്തിലെ ശ്രദ്ധേയനായ അല്ലെങ്കിൽ ഏടുറ്റ ഒരു കഥാപാത്രമാണ് കർണൻ. അദ്ദേഹത്തിന്റെ ധർമാധിഷ്ഠിതമായ സ്വപ്രത്യയ സ്ഥൈര്യവും ത്യാഗവും വെളിപ്പെടുത്തുന്നതാണ് ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗം. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിനു മുമ്പുള്ള കാലഘട്ടമാണ് ഈ പാഠഭാഗത്തിന്റെ പശ്ചാത്തലം. ജന്മന കവചകുണ്ടലധാരിയും ധീരനും മഹാവൃതനുമായ കർണൻ പാണ്ഡവപക്ഷത്ത് നിൽക്കണമെന്ന് ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുന്നു. അതിനായി കർണനോട് തത്വോപദേശം നൽകുകയും അദ്ദേഹത്തിന്റെ ജനന രഹസ്യവും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കുന്തിഭോജന്റെ വളർത്തുപുത്രിയാണ് കുന്തി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ദുർവാസ്രാവ് മഹർഷി എത്തി. അദ്ദേഹത്തെ പരിചരിക്കാനുള്ള യോഗമുണ്ടായത് കുന്തിക്കാണ്. വളരെ ക്ഷമയോടുകൂടി അവൾ ആ മഹർഷിയെ പരിചരിച്ചു. പരിചരണത്തിൽ സന്തുഷ്ടനായ മഹർഷി 5 മന്ത്രങ്ങൾ അവൾക്ക് ഉപദേശിക്കുകയുണ്ടായി. ആ മന്ത്രം ഉപയോഗിച്ച് ഏത് ദേവന്മാരെയാണോ സ്വീകരിക്കുന്നത് ആ ദേവന്റെ പ്രീതി മൂലം അവൾക്ക് സന്താനമുണ്ടാകുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഈ മന്ത്രങ്ങളുടെ ശക്തി പരിശോധിക്കുന്നതിനായി കുന്തി ദേവി സൂര്യഭഗവാനിൽ തന്നെ അതങ്ങ് പരീക്ഷിച്ചു. സൂര്യഭഗവാനിൽ നിന്ന് തേജസ്വിയായ കവചകുണ്ടലധാരിയായ ഒരു പുത്രൻ ജനിച്ചു. വിവാഹം കഴിച്ചിട്ടില്ലാത്ത കുന്തി പുത്രൻ ജനിച്ചതോടെ ഭയപ്പെട്ടു. കുഞ്ഞിനെ മറ്റാരും അറിയാതെ അവൾ പെട്ടിയിലാക്കി നദിയിലൂടെ ഒഴുകിയ ഈ പേടകത്തെ അതിരഥൻ എന്ന് പേരുള്ള തേരാളി കാണുകയും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അതിരഥൻ എന്ന തേരാളിയുടെയും രാധ എന്ന വളർത്തമ്മയുടെയും മകനായി വളർന്നു ആ കുഞ്ഞ്. ജന്മന കവചകുണ്ടലധാരി ആയതുകൊണ്ട് അവർ അവന് കർണൻ എന്ന് പേര് നൽകി. രാധയുടെ മകൻ എന്ന അർത്ഥത്തിൽ രാധേയൻ എന്നറിയപ്പെടുകയും ചെയ്തു. ഇങ്ങനെ രാജവംശത്തിൽ ജനിച്ചിട്ടും ഒരു തേരാളിയുടെ മകനായിട്ടാണ് ആ കുഞ്ഞ് വളർന്നത്. ഒരു രാജകുമാരന് ചേരുന്ന വിധത്തിലുള്ള ധീരതയും പ്രാഗൽഭ്യവും ചില സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും സൂതപുത്രൻ എന്ന് പറഞ്ഞ് കർണൻ അപമാനിക്കപ്പെട്ടു. പിന്നീട് കർണൻ കൗരവരിൽ മൂത്തവനായ ദുര്യോധനന്റെ ആത്മാർത്ഥ സുഹൃത്തായി മാറുകയും ചെയ്തു. കൗരവ പാണ്ഡവ യുദ്ധം തീരുമാനിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനായ കർണന് ദുര്യോധനന്റെ പക്ഷത്ത് നിൽക്കാനാണ് നിയോഗമുണ്ടായത്. ഇങ്ങനെ യുദ്ധത്തിനൊരുങ്ങുന്ന കർണനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാണ്ഡവ പക്ഷത്ത് ചേർത്തുന്നതിനായി കൃഷ്ണൻ കർണന്റെ ജനന രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ജനന രഹസ്യം വെളിപ്പെടുത്തുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണനെ വനഹൃദന്തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശൂന്യമായ